ഗൈസ്, വാട്സപ്പിനെ കുറിച്ച് 5 വാക്ക്, 5 4 ഉണ്ടാവും. അതായത് വാട്സപ്പിൽ പുതിയ ഫീച്ചർ വന്നു. പുതിയതായത് കുറച്ച് കാലമായിട്ടുണ്ടാവട്ടെ ഫീച്ചറൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ്, ഇവിടെ അടുത്താണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ ഓൺലൈൻ ഓഫാക്കുന്ന ഒരു സാധനം വന്നിക്കണം. അതായത് നമുക്ക് ഓൺലൈനിൽ ഉത്തരക്കാം, അല്ലെങ്കിൽ ചെറിയ പ്രത്യേക തരം ആളുകൾക്ക് മാത്രമായിട്ട് നമുക്ക് ഓൺലൈൻ ഓഫാക്കിയിടാം. അങ്ങനത്തെ പുതിയ സെറ്റപ്പ് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ടീച്ചർ ഫ്രണ്ട് ഉണ്ട്. ഇന്ന ആൾ ഈ സാധനം ഒന്ന് ഓണാക്കിയിട്ടത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്തത് കാണാത്തത്, എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവളുടെ മൂച്ചിമ്മ കയറ്റാണ്ട് വിട്ട്. അങ്ങനെയൊക്കെ ഓഫാക്കിയിട്ട് വെച്ചാൽ എനിക്ക് തീരെ അപ്ഡേറ്റ്സ് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് നോക്കിക്കോട് ചെക്ക് ചെയ്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൊമ്പമിത വർത്താനൊക്കെ പറഞ്ഞാണ്ട് ഇന്നാണ് മൂച്ചിമ്മ കയറ്റാണ്ട് ഞാനോട് പോയി. ഞാൻ പോയാണ്ട് ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ കണ്ടല്ലേ പറഞ്ഞാണ്ട് ഞാനോട് ഓഫാക്കിയിട്ട്. അപ്പൊ ഇവിടെ ടീച്ചറായോണ്ട് എന്താണ് സംഭവം, ക്ലാസ്സിലൊക്കെ ഉത്തർക്കുമ്പോൾ അറിയാതെ ഫോൺ നോക്കുന്ന സമയത്ത് ഓൺലൈൻ കണ്ടിട്ട് മറ്റേ പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ ഹെഡ് മാഷൊക്കെ വന്നാണ്ട് ഇവലെ ഗ്രൂപ്പിൽ നിങ്ങൾ ഓൺലൈനിൽ ഉത്തർക്കുന്നുണ്ട് പറഞ്ഞാൽ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇവല് ഇത് ഓഫാക്കിയിട്ടിരിക്കുന്നത്. ഞാൻ അതൊന്നും ചിന്തിക്കാതെ എന്ത് ചെയ്ത് ഇവിടെ ഊക്കും കേട്ടാണ്ട് ഞാൻ നേരെ പോയാണ്ട് ഞാൻ ഈ സാധനം ഓഫാക്കിയിട്ട് എൻ്റെ മക്കളെ പിന്നെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു അവസ്ഥാന്തരമായിട്ടുള്ള ഇതൊരു യുദ്ധകലാ ഭൂമിയിലേക്ക് മാറുന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ സാധനം ഓഫാക്കിയിട്ടപ്പോഴാണ് കൊണ്ടാട്ടി മെസ്സേജാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഓൺലൈനിൽ ഉത്തർക്കുന്നുണ്ടല്ലോ, എന്താ കാണാത്തത്, എന്തിനാ നിങ്ങൾ ഓൺലൈൻ ഓഫാക്കിയിട്ടാണ് അതേമാതിരി ബ്ലൂട്ടിക്കൊക്കെ ഓഫാക്കിയിട്ടിരിക്കുന്നത്, എന്താണ് ഉടായ്പ്, എന്ത് പറ്റി, എന്താണ്, എവിടെ പോയി പെട്ടത്, ഏതാണ്, എവളാണത്, ഏതാണ് അവള്, ഏത് സംഭവം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഓഫ്ലൈൻ ഓണായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. പുതുതായിട്ട് പോയാണ്ട് നേരെ ചെന്നാട് നിങ്ങൾ ആരെങ്കിലും ഓൺലൈനിലുള്ളത് ഓഫാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ദയവേത് മക്കളെ അമ്മ ഓരോരോ പ്രശ്നത്തിൽ പോയി പെടാൻ നിൽക്കണം. പണ്ടൊക്കെ നമ്മളെ ഡീപ്പ് റിമൂവ് ഒക്കെയാണ്. ഞാനൊക്കെ മറ്റേ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പിള്ളേർക്ക് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ വേഗം റിമൂവ് ആക്കും. അന്ന് അതൊരു ഫേമസ് സംഭവമാണ്. അതായത് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് വാട്സപ്പ് റിമൂവ്. എന്നിട്ട് നിങ്ങൾ അപ്പോൾ ഓപ്പോണന്റ് ആയിട്ട് നിൽക്കുന്ന ആൾ മനസ്സിലാക്കണം ഞങ്ങൾ തെറ്റി കുത്തിർക്കുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇതുണ്ടേന്. പക്ഷെ ഇപ്പം നടക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈന് ഓഫാക്കിയിടുക, അല്ലെങ്കിൽ ഈ ഓഫാക്കിയിടുന്ന സാധനം കൊണ്ടുള്ള തുലുമിൻ്റെ പൊന്നോടാവേ. ലാസ്റ്റ് ഞാൻ പിന്നെ ഒരു ബ്രോസ്റ്റ് വാങ്ങിയെടുത്താണ്, അതാണ് തീർത്ത്. എന്താ ചെയ്യാ, നല്ല പുള്ളായിട്ട് ഇത്രയും മാന്യമായിട്ട് നടക്കുന്ന നമ്മളെ പറ്റിയ അപവാദങ്ങൾ പറഞ്ഞ് വരക്കാം. അൺസഹിക്കബിൾ ഓരോരോ വാട്സപ്പിന്റെ ഓരോരോ ഉപകാരങ്ങള്. സുക്കറണ്ണ ഇതൊന്നും ശരിയല്ല.